സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ഒരു ഡാറ്റാ സയൻസോ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഒക്കെ ഒരു കോഴ്സ് എടുത്ത് അപ്സ്കില്ല് ചെയ്തൊരു ജോബ് ഫൈൻഡ് ചെയ്യണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റാ സയൻസ് ഒക്കെ. പക്ഷേ ഒരു കരിയർ ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞവരും എനി ഡിഗ്രി ഒക്കെ എടുത്തവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റാ സയൻസ് പോലുള്ള ജോബ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇനീഷ്യലി സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് എടുത്തൊരു ജോബ് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡീഷണൽ വെയിറ്റേജ് ഉണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റാ സയൻസ് ഏതെങ്കിലും ഒരു റാൻഡം കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഡാറ്റാ സയൻസിൻ്റെ ഒരു ക്ലാരിറ്റി നമ്മൾ വരുത്തുക. എങ്ങനെ ജോബ് ഫൈൻഡ് ചെയ്യണം, എന്തൊക്കെ ഇതിൽ പഠിക്കേണ്ടി വരും, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രാക്ടിക്കൽ വരുമ്പോൾ എന്താ ഉള്ളത്. അതേപോലെ തന്നെ കാലിക്കറ്റുള്ള അക്കാഡമികളിൽ ബെസ്റ്റ് അക്കാഡമി ഏതാണ്, നിങ്ങളുടെ എയിം ഒരു ജോബ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന അക്കാഡമീസ് ഏതാണ്, ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എൻറോൾസിന് നിങ്ങൾ സീരിയസ് ആയിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. IBM, കോഗ്നിസൻ പോലെയുള്ള ടോപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ് പോലെയുള്ള പ്രൊഫഷണൽസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ജോയിൻ ചെയ്യാം. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കൂടെ പറ്റും. സോ കൂടുതൽ വെയിറ്റ് ചെയ്യാതെ റൈറ്റ് ആയിട്ടുള്ള കരിയർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എൻറോൾസിൻ്റെ മെൻറ്റർഷിപ്പ് ടീമിനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം.